സ്കൂൾ തുറക്കല്ലേ മണി. ഇനിയിപ്പോൾ അതിന്റെ പുറകെ നടക്കണം. എന്തുമാത്രം ചെലവാണ്. ഡ്രസ്സ് വാങ്ങണം, ഇളയവൾക്ക് യൂണിഫോം വാങ്ങണം. യൂണിഫോം ഈ വർഷം വാങ്ങിക്കണ്ട. കഴിഞ്ഞ വർഷം തയ്ച്ചിട്ട് സ്കൂളിൽ പോയതോലും ഇല്ലല്ലോ. അടുത്ത വർഷം വാങ്ങിക്കും ഇതിട്ടിട്ട്. മറ്റേവൾക്ക് ഡ്രസ്സ് വാങ്ങിക്കണം, അത് ബാഗ്, മേക്കപ്പിന്റെ സാധനം കുറെ വേണമെന്ന് ഞാൻ ലിസ്റ്റൊക്കെ തന്നേക്കുന്നു. ലിസ്റ്റൊക്കെ എഴുതി കഴിഞ്ഞാ? കൊള്ളാം. എവിടെ ഞാൻ എന്ത് വരണം കലിപ്പാണേ. ഹലോ, രാംകുമാർ സാറല്ലേ? സാറിന് സുഖമാണോ? ഇവിടെ സുഖം. സാറിനൊക്കെ സുഖം തന്നെ. ഫോൺ വിളിച്ചു. മണി, പത്രത്തിൽ എന്ത് വിശേഷം മണി? പത്രത്തില് എല്ലാവർക്കും സുഖം. ഫോൺ പത്രം മാറ്റി. അതെ, ഞാൻ നേരത്തെ ചോദിച്ചതിന് ഉത്തരം പറയാത്തത്. പറയാത്തെന്താ നേരത്തെ ചോദിച്ചു? അച്ഛാ, അമ്മ സത്യം പറ, തുറന്നു പറ. പറഞ്ഞു പറയാല്ലേ? രവിയേട്ടാ, ഞാൻ സത്യം പറയാൻ പോകണം. എന്നെ തടയരുത്. ഞാൻ പറയാൻ പോകണം. മണി, സൗന്ദര്യം ഞാൻ നോക്കിയിട്ട് നിങ്ങൾ രണ്ടെണ്ണത്തിനും തീരെ സൗന്ദര്യം അല്ല. എന്നെ തന്നെ നോക്ക്. എന്റെ ലുക്കിന്റെ 7 അയലത്ത് നിങ്ങൾക്ക് വരുമോ? പോട്ട്, എന്റെ പുറകെ നടക്കാനുള്ള യോഗ്യത ഉണ്ടോ രണ്ടെണ്ണത്തിനും? സൗന്ദര്യം. അച്ഛാ, അമ്മ പറയുന്ന കേട്ടോ? അമ്മ പറഞ്ഞ ശരിയല്ലേ? പിന്നെ അതെ മക്കളെ, ഈ പൊതുവെ ഈ പെൺകുട്ടികൾ വളർന്നു വരുമ്പോഴേ അച്ഛനും അമ്മയ്ക്കൊക്കെ ആദിയാണ്. എന്താ അറിയുമോ, പയ്യന്മാരൊക്കെ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളുടെ പുറകെയൊക്കെ നടക്കും, ലെറ്റർ കൊടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ശല്യം ചെയ്യും. ഞങ്ങൾക്ക് ആ ടെൻഷൻ ഇല്ല. അതെന്തെന്നാ, കാശിന് കാണാൻ കൊള്ളാത്ത നിങ്ങളുടെ പുറകെ ആര് വരെ? കൊള്ളാം, നല്ല കോമഡി. ഇനി ഞാനൊരു സത്യം പറയട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ സൗന്ദര്യം എന്ന് പറയണതേ കാഴ്ചയിലുള്ള സൗന്ദര്യമല്ല, അത് നമ്മുടെ സ്വഭാവ ഗുണത്തിലായിരിക്കണം. അത് വെച്ച് നോക്കുമ്പോ നിങ്ങൾ രണ്ടുപേർക്കും തീരെ സൗന്ദര്യമില്ല. നല്ല മികച്ച സ്വഭാവമാണല്ലോ രണ്ടെണ്ണത്തിനും. അമ്മോ, എന്റെ മണിക്കുട്ടി, നീ ഇവരത്ത് സംസാരിച്ച് സമയം കളയാതെ നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതുവരെ തീർന്നില്ല. ഇത് എന്തോന്ന്? ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. സൗന്ദര്യം മാറിയില്ല, അങ്ങോട്ട് സൗന്ദര്യം വന്നിരിക്കുന്നു. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ? എനിക്ക് ഇപ്പോഴാണ് കുറച്ച് സമാധാനം ആയത്. ഡി, അവര് പറഞ്ഞിട്ട് പോയത് എന്താന്ന് കേട്ടോ? എന്താ? നമുക്ക് രണ്ടുപേർക്കും സൗന്ദര്യം ഇല്ലെന്നാണ്. അതെ, നമുക്ക് രണ്ടുപേർക്കും സൗന്ദര്യം ഇല്ല. അപ്പോഴാണ് ഞാൻ കുറച്ച് ഹാപ്പി ആയത്. നമുക്ക് രണ്ടുപേർക്കും ഇല്ലല്ലോ, നമ്മൾ രണ്ടുപേരും ഈക്വൽ ആയി. അയ്യേ, അതെ, അവര് പറഞ്ഞിട്ട് പോയത് വെറുതെയാണ്. നിന്നെ സങ്കടപ്പെടുത്തുന്നാന്ന് വിചാരിച്ചിട്ട് എന്നെയും കൂടി ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. അയ്യോ, ചേച്ചിക്ക് തെറ്റിയതാണ് ചേച്ചി. നീ മാറി ചിന്തിച്ചതാണ്. എന്ത് സംഭവം എന്നാന്ന് വെച്ചാൽ, ഇത്രയും സൗന്ദര്യമുള്ള എന്നെ സൗന്ദര്യം ഇല്ലാന്ന് പറയുന്നത് നിനക്ക് വിഷമമാവണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. മനസ്സിലായോ? അയ്യോ, നിനക്ക് സൗന്ദര്യം. ഒന്ന് പോട്ടി അവിടെ. ചേച്ചി, ഐ ആം ദ ബ്യൂട്ടി ക്യൂൺ ഓഫ് ദ വേൾഡ്. കേട്ടോ? പോടി അവിടെന്ന്. വേറെ ആരെങ്കിലും ആണ് പറഞ്ഞെങ്കിൽ ഞാൻ അംഗീകരിച്ചാലോ. നിന്നെ വീട്ടിക്ക് കുറച്ചു നേരം ആയില്ല നീ ആക്കാൻ തുടങ്ങിയിട്ട്. സത്യമല്ലേ പറഞ്ഞ? വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ തലേ കയറുന്ന മുടി കിട്ടണം. എന്തൊരു നിനക്ക് ഇത്രേ ഉള്ളൂ. നീ ഒരിടി ഇടിച്ചാ വന്ന് വീഴും. എന്നിട്ടാണ് അയാന്താ ബ്യൂട്ടിക്ക് ഒരു ബോർഡ് സ്ട്രോങ്ങും അല്ല. എണീക്ക്, മതി നിന്റെ ഷോ. ഡേ പിങ്കി, ഡേ പിങ്കി, ഡേ പിങ്കി, എണീക്കടി. ഡേ ഡേ മതി, കളിക്കല്ലേ പിങ്കി, എണീക്ക്. ഡേ ഡേ എന്തോ എനക്കല്ല. ഡേ എടി, ഞാൻ ചുമ്മാ പറഞ്ഞ, നീയാണ് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ സുന്ദരി. ഡേ ഡേ സുന്ദരി, സുന്ദരി. അയ്യോ അല്ല, പിങ്കി, പിങ്കി. രണ്ടും കൂടെ തുടങ്ങിയ വീണ്ടും. വടിപോലെ എണിച്ചിരിക്കണവനാര്? ചേച്ചി, ഞാൻ ഒരു കാര്യം പറയട്ടല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളതും ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളതും എനിക്കാണ്. അപ്പൊ മനസ്സിലായോ? രണ്ടും കൊള്ളാം അല്ലേ മണി? അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സത്യം പറയണം. അന്ന് മണി അങ്ങനെ പറഞ്ഞ? ഞാൻ ഇന്നുവരെ നിന്റെ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? ചോദിക്കട്ടാ? പറയടി. രവിയേട്ടൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ടേ ഏറ്റവും വലിയ സുന്ദരി ആരാ?
ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സുന്ദരി എന്റെ അമ്മ. അത് കഴിഞ്ഞാ ചിന്നു. ഈ ചിന്നുവേ കൊച്ചിൽ എന്ത് സുന്ദരിയായിരുന്നറിയോ, ഭയങ്കര സൗന്ദര്യമായിരുന്നു. പക്ഷേ ചിന്നുവിനെയും എന്റെ അമ്മയെക്കാളും സുന്ദരി മണി നീയാണ്. സത്യമായിട്ട് നീയാണ്. നിനക്കാണെന്ന് മണി സൗന്ദര്യം. സത്യം മണി, മണി നീയാണ് സുന്ദരി. മണി സത്യത്തിൽ നിനക്കാണ് സൗന്ദര്യം. മണി